മോഡൽ എക്സാം നല്ല യൂസ്ഫുൾ ആയിരുന്നു. എന്താ പറയുക, കുറേ കാൽക്കുലേഷനുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഫോർമുലാസുകളൊക്കെ ഒന്ന് ഓർക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാനും, പിന്നെ കുറച്ച് കാൽക്കുലേഷനുകളൊക്കെ ഫോർമുലാസ് വെച്ചിട്ട് ചെയ്യാനും ഒക്കെ സാധിച്ചു. പിന്നെ അത് എക്സാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ ബുക്കുമായിട്ട് ഞാൻ ചെയ്ത കാൽക്കുലേഷനൊക്കെ കറക്റ്റാണോ എന്ന് കുറച്ച് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ അതൊക്കെ കുറച്ച് കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ഒന്ന് രണ്ടെണ്ണം മാത്രം ചെറുതായിട്ടൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് വന്നിട്ടുള്ളൂ. പിന്നെ മൊത്തത്തിൽ എന്താ പറയുക, ഒരു കുറച്ചും കൂടി ഇനി ആ സ്റ്റെപ്പുകളിൽ എഴുതേണ്ട പോയിന്റുകൾ, മീൻസ് ഇപ്പോൾ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ അങ്ങനെയൊക്കെ എഴുതേണ്ട കുറച്ച് പോയിന്റുകളിൽ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യണം, എന്നാലേ അത് സ്റ്റെപ്പുകളിൽ അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ എന്നുള്ളൊരു അത് വന്നു. പിന്നെ മൊത്തത്തിൽ കുറച്ചും കൂടി എന്താ പറയുക, എനിക്ക് അധികം എന്താ പറയുക പഠിക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഒരു യൂണിറ്റ് 10 വരെയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ യൂണിറ്റ് 10 വരെയൊക്കെ നോക്കിയതിൽ തന്നെ എനിക്കിപ്പോൾ ഇത്രയും എഴുതാൻ പറ്റി. അപ്പോൾ ഒരു യൂണിറ്റ് 20 വരെയൊക്കെ ഫുൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും നന്നായി മെയിൻ എക്സാം എഴുതാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് മാഡം. അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിരുന്നു. നമുക്ക് എന്താ പറയുക, നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് ഈ മോഡൽ എക്സാം എഴുതുന്നത് കൊണ്ട്. നമ്മൾക്ക് എവിടെയെങ്കിലുമൊക്കെ എന്താ പറയുക ഇമ്പ്രൂവ് ചെയ്യേണ്ട ഏരിയ ഉണ്ടെങ്കിൽ ഈ മോഡൽ എക്സാം എഴുതുന്നത് വഴി നമുക്ക് ആ ഇമ്പ്രൂവ് ചെയ്യേണ്ട ഏരിയ ഇവിടെയൊക്കെയാണ്, ഈ ഭാഗത്ത് നമുക്ക് കുറച്ചും കൂടി കോൺസെൻട്രേഷൻ വെക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഐഡിയ കിട്ടുന്നുണ്ട്.